ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫക്റ്റ് ചെയ്യുന്ന 7 ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആൻഡ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹെറിഡിറ്ററി ഡിസോർഡേഴ്സിനെ പറ്റിയാണ്. 8 ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട്. ആ 8 ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്തു, ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. Hereditary disorders are those diseases which are passed on from parents to their offspring through genes. പാരൻസിൽ നിന്നും അവരുടെ ജീനുമായി അവരുടെ അസുഖങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്ന ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് 8 തരമുണ്ട്. ഹീമോഫീലിയ, മസ്കുലർ ഡിസ്ട്രോഫി, ഡൗൺ സിൻഡ്രോം ഓർ ട്രിസോമി 21, ഫീനൈൽ കീറ്റോണിയ, ഗൗട്ട്, സിക്കിൾ സെൽ അനീമിയ, മയോപ്പിയ ആൻഡ് ഡയബറ്റീസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ 8 ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കോട്ട് ചെയ്യാത്ത ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. Hemophilia is a condition in which blood does not clot normally. This results in severe bleeding from minor wounds. It is always associated with a defective gene. അതായത് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യുക, കട്ട പിടിക്കാത്തൊരു സിറ്റുവേഷൻ. നമുക്കിപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ സംഭവിച്ചാൽ ബ്ലഡ് എന്ത് ചെയ്യുക, നിൽക്കാതെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് അതെന്തെയില്ല, കട്ട പിടിച്ച് നിൽക്കുന്നില്ല. നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യുക, വേസ്റ്റ് ആവുക, ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ. This diseases only affects boys, rarely occur in women, but it's transmitted to their sons. അതായത് ഇത് കോമൺലി ഒക്കർ ചെയ്യുന്ന ആർക്കാണ്, ബോയ്സിനാണ് കാണുന്നത്. പക്ഷേ ചില സ്ത്രീകൾക്കും കാണുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീകൾക്ക് അത് ബാധിച്ചാൽ അതെന്ത് ചെയ്യുന്നു, അവരുടെ കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. A female can be a carrier. Administration of clot-inducing drugs and blood transfusion reducing hazards. അതായത് ഇതുപോലുള്ള കണ്ടീഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബ്ലഡ് ക്ലോട്ടിങ്, ഹീമോഫീലിയ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ എന്ത് ചെയ്യുക, കുറച്ചാൽ നമുക്ക് കുറേയൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹെറിഡിറ്ററി ഡിസോർഡർ ഈസ് മസ്കുലർ ഡിസ്ട്രോഫി. മസ്കുലർ ഡിസ്ട്രോഫി മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസസാണ്, ഒരു ഇൻഹെറിറ്റഡ് ഡിസീസസാണ് എന്ത്, മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. മസ്കുലർ ഡിസ്ട്രോഫി MD ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോർ ദാൻ 30 ഇൻഹെറിറ്റഡ് ഡിസീസസ്. 30 ഇൻഹെറിറ്റഡ് ഡിസീസസിൽ പെട്ട ഒരു ഡിസീസസാണ് എന്ത്, മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഓൾ കോസ് മസിൽ വീക്ക്നെസ് ആൻഡ് മസിൽ ലോസ്. അതായത് നമ്മളെ മസിലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്ത്, മസ്കുലർ ഡിസ്ട്രോഫി. സം ഫോംസ് ഓഫ് മസ്കുലർ ഡിസ്ട്രോഫി അപ്പിയേഴ്സ് ഇൻ ഇൻഫാൻസി ഓർ ചൈൽഡ്ഹുഡ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അല്ലെങ്കിൽ ഇൻഫാൻസിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിസീസ് നമുക്ക് എഫക്റ്റ് ചെയ്യാറുണ്ട്. അതേഴ്സ് മേ നോട്ട് അപ്പിയർ അൺടിൽ മിഡിൽ ഏജ് ഓർ ലേറ്റർ. മറ്റു ചിലർക്ക് എന്താ, ചിലപ്പോൾ മിഡിൽ ഏജിലോ അല്ലെ അതിന് ശേഷമൊന്നും ഇത് കാണപ്പെട്ടെന്ന് വരില്ല. The different types can vary in whom they affect, which muscle they affect and what the symptoms are. അതായത് ഏത് മസിലിനാണോ അത് എഫക്റ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള സിംറ്റം ആവും അവിടെ കാണിക്കുന്നത്. All form of muscular dystrophy grow worse as person's muscle get weaker. അതായത് ഏത് ഫോം മസിൽ ഡിസ്ട്രോഫി ആണെങ്കിലും ആ പേഴ്സൻ്റെ മസിൽ എന്തായിരിക്കും, വീക്കായിരിക്കും. മോസ്റ്റ് പീപ്പിൾ വിത്ത് മസ്കുലർ ഡിസ്ട്രോഫി ഇവാനുവലി ലോസ് ദ എബിലിറ്റി ടു വാക്ക്. ഈ മസ്കുലർ ഡിസ്ട്രോഫി എഫക്റ്റ് ചെയ്ത പേഴ്സൺസ് കുറേ കാലം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, അവർക്ക് നടക്കാനുള്ള എബിലിറ്റീനെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകും. ഫ്രണ്ട്സ്, ഇനി അടുത്ത ടോപ്പിക്കാണ് ഡൗൺ സിൻഡ്രോം ഓർ ട്രിസോമി 21. Inherited disorder resulting from an extra chromosomal material on pair number 21 which causes mental retardation and distinct physical features. അതായത് ഫ്രണ്ട്സ്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു ഡിസീസസ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഡിസീസാണ്. അതായത് നമുക്ക് ആകെ ഉള്ളത് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ്. അതിൽ 21th പെയറിനോട് കൂടിയിട്ട് ഒരു എക്സ്ട്രാ ക്രോമസോം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു 21th പെയറിനോട് കൂടി ഒരു എക്സ്ട്രാ ക്രോമസോമും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിസിക്കൽ ഫ്യൂച്ചേഴ്സിന് മാറ്റം വരും. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ റിട്ടാർഡേഷൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും.
Okay, physical features are almond shape of the eye, flattened facial features, poor muscle tone, bowed hands with unusual crease of the palm. അതായത് നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് മാറുക, അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഫ്യൂച്ചേഴ്സിന് എന്തെങ്കിലും ഡിഫറൻസ്, അങ്ങനെ ഓരോ നമ്മുടെ ബോഡിക്ക് തന്നെ എന്ത് ചെയ്യുന്ന നമ്മുടെ ഫിസിക്കൽ ഫ്യൂച്ചേഴ്സിന് ആകെ മാറിപ്പോകുന്ന സിറ്റുവേഷനൊക്കെ വരും എന്ത് വന്നാൽ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു ഹെറിഡിറ്ററി ഡിസോർഡർ വന്നാൽ. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഡിസോർഡർ ആണ് ഫീനൈൽ കീറ്റോറിയ. Phenylketonuria is a metabolic disorder in which phenylalanine on amino acid in milk and high protein foods such as meat cannot be metabolized normally by the liver. അതായത് ഫീനൈൽ കീറ്റോണിയ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആണ്. ഇപ്പോൾ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഫുഡായിട്ടുള്ള മീറ്റ്, അതുപോലെ തന്നെ മിൽക്ക്, ഇതിലൊക്കെ എന്താണ് ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമിനോ ആസിഡ് നമ്മുടെ എന്താണ് ലിവറിൻ്റെ മെറ്റാബോളിസത്തിൽ നോർമലി ആയിട്ട് എന്ത് ചെയ്യൂല, പങ്കെടുക്കില്ല. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നു, ഫീനൈൽ അലാനിൻ ആൻഡ് അതർ മെറ്റാബോളിക് പ്രോഡക്ട്സ് അക്യുമുലേറ്റ് ഇൻ ദ ബ്ലഡ്. ഈ ഫീനൈൽ അലാനിനും അതുപോലെ തന്നെ മറ്റുള്ള മെറ്റാബോളിക് പ്രോഡക്ട്സും നമ്മുടെ ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഡിപ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഇനഫ് അത്യാവശ്യത്തിലുള്ള ന്യൂട്രിയൻസും അങ്ങനെയൊന്നും കിട്ടാതാവുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അത് ബാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ അവിടെ സംഭവിക്കും. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഡിസോർഡർ ആണ് ഗൗട്ട്. ഗൗട്ട് ഈസ് കോസ്ഡ് ബൈ എ ബിൽഡപ്പ് ഓഫ് യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ്. ഗൗട്ട് ഉണ്ടാവുന്നത് നമ്മളെ ബ്ലഡിൽ യൂറിക് ആസിഡ് ഉണ്ടാവുമ്പോഴാണ് ഗൗട്ട് ഉണ്ടാവുന്നത്. Uric acid is a waste product that form in the body every day and excreted mainly through kidneys. അതായത് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. നമ്മുടെ ബോഡി എല്ലാ ദിവസവും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. ഇത് മെയിൻലി എക്സ്ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നീസ് ആണ്. It forms when the body break down chemicals in the cell known as purine. അത് ഫോം ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള സെൽസ് ഈ കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് പ്യൂരിൻസ് എന്ന്. ഇഫ് ടു മച്ച് യൂറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ ലിറ്റിൽ ഈസ് എക്സ്ക്രിയേറ്റഡ് വൈൽ യൂറിനേറ്റിംഗ്. അതായത് അത്യാവശ്യത്തിനുള്ള യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തോ അല്ലെങ്കിൽ കുറച്ചോ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ യൂറിനേറ്റിംഗ് വഴിയാണ് ഇത് എക്സ്ക്രിയേറ്റ് ചെയ്യുന്നത്. The uric acid build up and may cause the formation of tiny crystals in the around joints. അതായത് ഇങ്ങനെ നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് ഉണ്ടായാൽ അത് നമ്മുടെ ജോയിൻസിൻ്റെ ചുറ്റും ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പോലത്തെ ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫോമേഷന് സാധ്യതയുണ്ട്. They accumulate in the joints or surrounding tissue and cause pain, inflammation and swelling. അപ്പോൾ ഇത് നമ്മുടെ ജോയിൻസിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിന് ചുറ്റുമൊക്കെ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേദന വരാനും അതുപോലെ തന്നെ ചൊറിച്ചിൽ അതുപോലെ വീക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്യൂരിൻസ് ക്യാൻ ബി ഫൗണ്ട് നാച്ചുറലി ഇൻ യുവർ ബോഡി ആസ് വെൽ ആസ് ഇൻ ഫുഡ് സച്ച് ആസ് ഫിഷ്, കഫൈൻ, ഓർഗൻ മീറ്റ്സ്, ബീഫ്, ഫ്രൈഡ് ഫ്രൂട്ട്സ്, സോഡ റിച്ച് സോസസ്, ഷെൽഫിഷ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ്. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോർമലി ഇത് നമ്മുടെ ബോഡിയിൽ പ്യൂരിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഡിസോർഡറാണ് സിക്കിൾ സെൽ അനീമിയ. Sickle cell anemia is a genetically inherited disorder in which red blood cells become sickle-shaped rather than definite shape. അതായത് ഇനി വരുന്ന 3 ഡിസോർഡേഴ്സും നിങ്ങൾ 10th പഠിച്ചതായിരിക്കും. സിക്കിൾ സെൽ അനീമിയ നിങ്ങൾ 10th പഠിച്ചതായിരിക്കും. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽ എന്ത് ചെയ്യുക, ഒരു സിക്കിൾ ഷേപ്പിൽ അരിവാൾ പോലെയുള്ള ഒരു ഷേപ്പിലേക്ക് എന്ത് ചെയ്യുക, മാറുന്ന ആ ഒരു ഡിസോർഡർ, ആ ഒരു ഫോമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാവും. സിക്കിൾ ഷേപ്പ്ഡ് സെൽസ് കനോട്ട് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു വേരിയസ് പാർട്സ്. അതായത് ഈ സിക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ഈ നമ്മൾ റെഡ് ബ്ലഡ് സെൽസിന് അതായത് അരിവാളിൻ്റെ ആ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയും. ഓക്കെ,
They live only for a short duration than normal blood cells RBC. Moreover, bone marrow cannot replace them. അതായത് നമ്മുടെ RBCയെക്കാട്ടിലും അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെക്കാട്ടിലും കുറച്ച് കാലം ഇങ്ങനെ സിക്കിൾ ഷേപ്പായിട്ടുള്ള ഈ സെൽസ് എന്ത് ചെയ്യുള്ളൂ ജീവിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബോൺ മാരോ ഒന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിയൂല. When the sickle shaped cells blocked small blood vessels, it lead to anemia, jaundice, low resistance to infection and susceptibility to serve pain and damage to various organ. അതായത് ഇങ്ങനെ ഈ ബ്ലഡ് ഈ സിക്കിൾ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് അനീമിയ, അതുപോലെ തന്നെ ജോണ്ടൈസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് അതിനുള്ള പ്രതിരോധമൊക്കെ എന്താവും, കുറവാവും. അല്ലെങ്കിൽ നമുക്ക് കഠിനമായ വേദന അനുഭവപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഓർഗണിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കും. ഇതൊക്കെ എന്തുണ്ടാവും, ഇങ്ങനെ ഈ നമ്മളെ റെഡ് ബ്ലഡ് സെൽസ് സിക്കിൾ ഷേപ്പിലായാൽ വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത ഡിസോർഡറാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ് എന്ത് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ. Diabetes is a metabolic disorder in which the person has high blood sugar, either because insulin production is inadequate or because the body cells do not respond properly to insulin, or both. The normal blood sugar level is 18 to 120 milligram per deciliter. അതായത് ഫ്രണ്ട്സ്, ഡയബറ്റീസ് എന്താണ്, ഒരു മെറ്റാബോളിക് ഡിസോർഡറാണ്. നമ്മൾ ഫീനൈൽ കീറ്റോണിയ പറഞ്ഞ പോലെ തന്നെ ഈ ഡയബറ്റീസും എന്താണ്, ഒരു മെറ്റാബോളിക് ഡിസോർഡറാണ്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് ചോദിച്ചാൽ 80 to 120 milligram per deciliter ആണ് എന്ത് ഒരാളുടെ നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷുഗർ നമുക്ക് നോർമലി എല്ലാ പേഴ്സൺസും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്ത് ഷുഗർ, അല്ലേ ഫ്രണ്ട്സ്? ഇനി ലാസ്റ്റ് ഡിസോർഡറാണ് മയോപ്പിയ. ഈ ഒരു മയോപ്പിയം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ്. Myopia is a common eye condition that causes distinct object appearing blurred while close object can seen clearly. അതായത് മയോപ്പിയ എന്ന് പറഞ്ഞാൽ നോർമലി കുറേയൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഷോർട്ട് സൈറ്റ്നെസ്. അതായത് നമുക്ക് ദൂരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്ലറായിട്ട് കാണുക, ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാൽ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, കറക്റ്റ്ലി കാണുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് എന്ന്. ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് ഇറർ ഓഫ് ഐ. നമ്മുടെ കണ്ണിൻ്റെ ഒരു റിഫ്ലക്റ്റീവ് ഇറർ ആയിട്ട് വരുന്നതാണ്. എ കണ്ടീഷൻ വേർ ദ ലൈറ്റ് ദാറ്റ് കംസ് ഇറ്റ് ഡസ് നോട്ട് ഡയറക്റ്റ്ലി ഫോക്കസ് ഓൺ റെറ്റിന ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് നമ്മുടെ റെറ്റിനയ്ക്ക് ഡയറക്റ്റ്ലി അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിനെ കഴിയുന്നില്ല, ബട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ബട്ട് ഡയറക്റ്റ്ലി ആ ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെറ്റിനയ്ക്ക് കഴിയാത്ത ആ ഒരു ഐയുടെ ഇററിനെയാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ.